കണ്ണൂർ ചെറുപുഴയിൽ കടബാധ്യതയെ തുടർന്ന് കർഷകൻ ആത്മഹത്യ ചെയ്ത നിലയിൽ ചെറുപുഴ സ്വദേശി ഏലിയ സമ്പാട്ടാണ് മരിച്ചത്. മികച്ച കർഷകനുള്ള പുരസ്കാരം ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട്. അജീഷ് ജയകുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത് കണ്ണൂരിൽ നിന്ന്. അജീഷ്, എന്താണ് ആത്മഹത്യക്ക് കാരണം? എങ്ങനെയാണ് ഇദ്ദേഹം കടക്കണിയിലായത്? സ്മിത, പ്രവിത, കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ ചെറുപുഴ ഇടവരമ്പ് സ്വദേശിയായിട്ടുള്ള ഏലിയാസ് കീടനാശിനി കഴിച്ച് ഗുരുതരാവസ്ഥയിലാകുന്നു. അദ്ദേഹത്തെ പിന്നീട് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഗുരുതരാവസ്ഥയിൽ തുടരുന്നതിനിടെ ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായത്. മുഖ്യമന്ത്രിയിൽ നടക്കം മികച്ച പച്ചക്കറി കർഷകനുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട്. വർഷങ്ങളായി തന്നെ ഈ ചെറുപുഴ മേഖലയിൽ കാർഷിക വ്യവസായിക അടിസ്ഥാനത്തിൽ തന്നെ പച്ചക്കറി കൃഷി നടത്തി വരുന്ന ആളായിരുന്നു അദ്ദേഹം. ആദ്യകാലത്ത് 10-15 ഏക്കറിലൊക്കെ കൃഷി നടത്തിയിരുന്നു. പിന്നീട് അത് വ്യാപകമായ നഷ്ടമുണ്ടായതിനെ തുടർന്ന് അത് പിന്നീട് ചുരുക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വലിയ രീതിയിൽ കടബാധ്യത ഉണ്ടായിരുന്നു എന്നാണ് കുടുംബവും നാട്ടുകാരും പറയുന്നത്. ഇതിനെ തുടർന്നാണ് ആത്മഹത്യ, കീടനാശിനി കഴിച്ചത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. ഇതിനിടയിൽ ചില നാട്ടുകാർ ചില ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം ഈ പച്ചക്കറി കൃഷിക്കായി ചില സബ്സിഡിക്കൊക്കെ കൃഷി ഓഫീസിൽ അപേക്ഷിച്ചിരുന്നു. അത് സമയബന്ധിതമായി കിട്ടിയില്ല എന്ന് നാട്ടുകാർ. ഇപ്പോൾ വാർഡ് മെമ്പർ റോഷി ജോസ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ റോഷി, ഈ കർഷകന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ പങ്കുവെക്കാനാവുന്നുണ്ട്? ഈ അമ്പാട്ട് ഏലിയാസ് എന്ന് പറയുന്ന ആള് പറഞ്ഞോളൂ. ഈ വാർഡ് മെമ്പർ, ഞാൻ ആ തൊട്ടടുത്ത വാർഡിന്റെ മെമ്പറാണ്. മുമ്പത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് ചെറുപുഴയിലെ. ഇദ്ദേഹത്തെ കുറിച്ച് അറിയാമോ? കൂടുതൽ അറിയാമോ? ഇതിപ്പോ ഇങ്ങനെ പതിറ്റാണ്ടുകളായി വ്യാപകമായി പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. തന്നെയുമല്ല, ഇയാൾ സ്ഥലം പാട്ടത്തിലെടുത്ത് അതെ, എനിക്ക് തോന്നുന്നു അങ്ങ് TV കേട്ടിട്ടാണ് സംസാരിക്കുന്നത്. ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കാമെങ്കിൽ ആ ലാഗ് ഒഴിവാകുമായിരുന്നു. അങ്ങേക്ക് അറിയുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കാമോ? അതെ, ഇദ്ദേഹം പതിറ്റാണ്ടുകളായി പറഞ്ഞോളൂ. ചെറുപുഴയിലെ പല പ്രദേശങ്ങളിലും ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന ആളാണ്. പച്ചക്കറി കൃഷി, അതുപോലെ ഏത്തവാഴ കൃഷി, അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പച്ചക്കറി കൃഷി ചെയ്ത് ഈ പഞ്ചായത്തിലും തൊട്ടടുത്ത പഞ്ചായത്തിലുമൊക്കെ ഇദ്ദേഹം പച്ചക്കറി ടൗണുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതെ, മുഖ്യമന്ത്രിയുടെ അടക്കം അവാർഡ് ഏറ്റുവാങ്ങിയതാണ്. മികച്ച പച്ചക്കറി കൃഷി കർഷകരുള്ള അവാർഡ് ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് ശ്രീ ഏലിയാസ് അമ്പാട്ട്. അതുപോലെ ഇദ്ദേഹം വലിയ സാമ്പത്തിക ബാധ്യതയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി. എനിക്ക് വ്യക്തികളിൽ നിന്നും അതുപോലെ തന്നെ ബാങ്കിൽ നിന്നൊക്കെ കടമെടുത്തിട്ടാണ് ഇദ്ദേഹം പച്ചക്കറി കൃഷി നടത്തിക്കൊണ്ടിരുന്നത്. ശരി, നന്ദി ഞങ്ങളോടിപ്പോൾ സഹകരിച്ചതിന്, ഇത്തരം കാര്യങ്ങൾ നമ്മളോട് പങ്കുവച്ചതിന്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം നല്ല മികച്ചൊരു കർഷകനാണ്. സാമ്പത്തിക ബാധ്യതകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ സംസ്ഥാനം ആണെങ്കിൽ കർഷകർക്ക് ഗുണകരമായ രീതിയിൽ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ഇതുപോലുള്ള കർഷക ആത്മഹത്യകൾ, ഇപ്പോൾ ഇത് സാമ്പത്തിക പ്രശ്നം കൊണ്ട്, ബാധ്യത കൊണ്ട് തന്നെയാണോ ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നുള്ള വിവരങ്ങൾ, അതിൻ്റെ ഒരു സ്ഥിരീകരണമൊക്കെ ഇനിയും വരേണ്ടിയിരിക്കുന്നു. പക്ഷെ മികച്ചൊരു കർഷകനായിരുന്നു, സാമ്പത്തിക ബാധ്യതയിലായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അജീഷ് ജയകുമാർ വീണ്ടും ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. അജീഷ്, അപ്പോൾ ഇത്തരം വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെ ആയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു പ്രാഥമിക വിവരം അനുസരിച്ച് അദ്ദേഹത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരും ചില ബന്ധുക്കളും ഒക്കെ പറയുന്നത്. വർഷങ്ങളായി തന്നെ അവിടെ പച്ചക്കറി കൃഷി നടത്തുന്ന ആളായിരുന്നു. ആദ്യം പാട്ടത്തിനെടുത്തായിരുന്നു കൂടുതലും കൃഷി നടത്തിയിരുന്നത്. 10-15 ഏക്കറൊക്കെ ആദ്യം കൃഷി നടത്തിയിരുന്നു. പിന്നീട് അത് ഈ കടബാധ്യത കൂടി വന്നപ്പോൾ അദ്ദേഹം കുറച്ചുകൊണ്ട് വരികയായിരുന്നു. പിന്നീട് ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പച്ചക്കറി കൃഷിയിൽ മികച്ച കർഷകനുള്ള പുരസ്കാരം. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം കണ്ണൂർ ജില്ലയിൽ സംഭവിച്ചത്. എന്തായാലും കഴിഞ്ഞ ബുധനാഴ്ച ആണ് അദ്ദേഹം കീടനാശിനി കഴിച്ച് ഗുരുതരാവസ്ഥയിലായത്. അതിനിടയിൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. അതിനിടയിലാണ് ഈ മരണം സംഭവിച്ചത്. ഇപ്പോൾ ചെറുപുഴ പോലീസ് ഈ സ്വകാര്യ ആശുപത്രിയിൽ എത്തണം. അതിനുശേഷം ഇൻക്വസ്റ്റ് അടക്കം പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുക. അവിടെയായിരിക്കും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുക. എന്തായാലും പ്രാദേശിക ജനപ്രതിനിധികളടക്കം കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്കൊരു പ്രാഥമിക വിവരം അനുസരിച്ചിട്ട് സാമ്പത്തിക ബാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് കാരണമാണ് ഈ കർഷകൻ ആത്മഹത്യ ചെയ്തതെന്നാണ്
എന്തായാലും അവിടുത്തെ ദാരുണമായ സംഭവമായിരുന്നു. ഒരു കർഷകനാണ്, വർഷങ്ങളായി തന്നെ പച്ചക്കറി കൃഷി നടത്തുന്ന ഒരാളായിരുന്നു ഏലിയാസ് അമ്പാട്ട്. അജീഷ്, ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളുടെ സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പോ മറ്റെന്തെങ്കിലും കണ്ടെടുക്കാനായിട്ടുണ്ടോ? നിലവിൽ അത്തരത്തിലൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുടുംബാംഗങ്ങളുമായി നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക്. അപ്പോൾ ചില നാട്ടുകാരും ചില ബന്ധുക്കളും, അകന്ന ബന്ധുക്കളോട് മാത്രമാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു പ്രാഥമിക വിവരം മാത്രമാണ് കിട്ടിയത്. ഇവരിൽ നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത് അദ്ദേഹത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നുവെന്ന്. വ്യക്തിഗതമായിട്ടും ചില ആളുകളിൽ നിന്നും വായ്പ വാങ്ങിയിട്ടുണ്ട്, അല്ലാതെ ബാങ്കുകളിൽ നിന്നും വായ്പ വാങ്ങിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. എത്രയാണ് കടം തുടങ്ങിയ കാര്യങ്ങളൊന്നും വ്യക്തതയില്ല, അവർക്കും അത് അറിയില്ല. അത് അവരുടെ കുടുംബാംഗങ്ങൾക്ക്, ഭാര്യയും 2 മക്കളുമാണ് ഏലിയാസിന് ഉള്ളത്. അവർക്ക് മാത്രമായിരിക്കും അതിനെക്കുറിച്ചൊരു ധാരണയുള്ളത്. എത്ര രൂപയാണ് വായ്പ അല്ലെങ്കിൽ കടം ഉള്ളത് എന്നുള്ളത് നമുക്കും അതിനെ കുറിച്ചിട്ട് പ്രാഥമിക വിവരം മാത്രമാണ് ഉള്ളത്. കൂടുതൽ വ്യക്തത എത്ര രൂപയാണ് കടം ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളിൽ അറിയില്ല. എന്തായാലും നമുക്കത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും സാമ്പത്തിക ബാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ട്. അതിന് കാരണമാണ് കീടനാശിനി കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ശരി, സംസ്ഥാനത്ത് വീണ്ടും ഒരു കർഷക ആത്മഹത്യ കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. അദ്ദേഹം കീടനാശിനി കുടിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.